ഈ പടം സെൻസർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബോർഡ് അംഗങ്ങൾ ഉറങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വലിയ കട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈവിൾ ഡെഡ് ബേൺ കണ്ടു. ആദ്യം തന്നെ പറയാം, മറ്റ് ഈവിൾ ഡെഡ് പടങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ ഒരു ഫ്രഷ് ഫിലിം ആയിട്ട് വേണമെങ്കിലും ആസ്വദിക്കാൻ പറ്റും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈവിൾ ഡെഡ് റൈസ്, അതായത് 2023 ഇറങ്ങിയ ആ പടം എങ്കിലും കണ്ടവർക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഹൊറർ പടമാണ് ഈവിൾ ഡെഡ് ബേൺ. ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോകുന്ന, തുടങ്ങി തീരുന്നത് വരെ വയലൻസ് നിറഞ്ഞ ഒരു ഹൊറർ പടമാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത്തവണ വെന്തുരുകുന്ന പരുവത്തിലാണ് ഈവിളുകളുടെ വരവ് എന്ന് പറയാം. നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറെ കിടിലൻ ബോഡി ഹൊറർ സീൻസ് ആൻഡ് ജംസ്കെയർ സീക്വൻസുകളൊക്കെ പടത്തിൽ ഉണ്ടായിരുന്നു. വിശ്രമിക്കാൻ ടൈം തരാതെ വയലൻസ് ഇങ്ങനെ പടത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രക്തരൂക്ഷിതം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹേർട്ട് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരും, അല്ലെങ്കിൽ മനക്കെട്ടി ഇല്ലാത്തവരൊന്നും ഈ പടം കാണാൻ പോകരുത്. കുട്ടികളെ ഒരിക്കലും നിങ്ങൾ കാണിക്കുകയും ചെയ്യരുത്. ടെക്നിക്കലിയും മികച്ചൊരു സിനിമയാണിത്. ക്യാമറ, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കളർ ടോൺ ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഡയറക്ടറുടെ തന്നെ പുള്ളിയുടെ മുമ്പിലത്തെ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്കും ഇതുപോലൊരു കളർ ടോൺ ആയിരുന്നു. കിടിലൻ സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് പടത്തിലുള്ളത്. എന്നാൽ കുറച്ച് ഹൊറർ ക്ലീഷേസ് ഒക്കെ ഈ പടത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ്, പടം കൊണ്ട് നിർത്തിയ സീൻ ഒക്കെ. അതുകൊണ്ട് ഞാൻ ഈ പടം ദ ബെസ്റ്റ് ഹൊറർ അല്ലെങ്കിൽ കിഡിലൻ പീക്ക് ഐറ്റം എന്നൊന്നും ഞാൻ പറയില്ല. സ്റ്റിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ട് ഭയം, അതുപോലെ ടെൻഷൻ ഒക്കെ നിറയ്ക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹൊറർ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ളത് ഈ പടത്തിലുണ്ട്. എനിക്ക് വർത്ത് വാച്ചായിട്ടാണ് തോന്നിയത്.